ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ വോട്ടെടുപ്പ് ജൂൺ 4-ന് പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നതിന് ശേഷം രാജ്യത്തെ മാനസികാവസ്ഥയിലേക്ക് രസകരമായ ചില സൂചനകൾ നൽകുന്ന ഒന്നായിരുന്നു. അതായത് ബി.ജെ.പി ലീഡ് തുടരുന്നുണ്ട്. എൻ.ഡി.എ സർക്കാർ ലോക്സഭയിൽ ന്യൂനപക്ഷമായി ചുരുങ്ങുകയും ചെയ്തു. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും അനുയോജ്യൻ എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞവരുടെ റേറ്റിംഗ് ആദ്യമായി 50% നിന്നും 49% കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ സർവേയിൽ നിന്ന് 22%വും നിലവിലെ മോദിയോട് ഏറ്റവും അടുത്തയാളുമാണ് രാഹുൽ ഗാന്ധിയുടെ എണ്ണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒടുവിലത്തെ സർവേ നടത്തിയപ്പോൾ 7.3%മാണ് മോദിയെ അസാമാന്യമായി കാണുന്നവരുടെ ഒരു വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് ഇ.ഡി, സി.ബി.ഐ, ഐ.ടി വകുപ്പ് തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ബി.ജെ.പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ജനങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 46% പേർ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 38% പേർ മാത്രമാണ് ഇത് എല്ലാ സർക്കാരുകളും പൊതുവെ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞത്. സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ടവരുടെ ശതമാനം കഴിഞ്ഞ വർഷം 43% ഇത്തവണ 46%-ആയി ഉയർന്നു എന്നതാണ് ഒരു വസ്തുത. രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് സർവേയെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാജ്യത്തിന്റെ മാനസികാവസ്ഥയിലേക്കുള്ള വിലപ്പെട്ട കാഴ്ചയാണ് ഇതെന്നാണ്. യാദവ് സാമ്പത്തിക ഘടകങ്ങളെ ഏറ്റവും വലിയ മോശം വസ്തുതകളുമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞേക്കാം, എന്നാൽ ആളുകൾക്ക് വീട്ടുചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇതിന് തൊഴിലില്ലായ്മയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. തൊഴിൽ സംബന്ധിച്ച് സർക്കാർ അവകാശവാദങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നതുമില്ല എന്നതാണ് ഒരു വസ്തുത. അധികാരത്തിലുള്ള ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മ എന്നത്തേക്കാളും വലുതായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. 2021-ൽ മോദി സർക്കാരിനെ ജനവിരുദ്ധമായ കാർഷിക നിയമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിർബന്ധിതരായ കർഷകരുടെ ഒരു പ്രധാന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. 74% ഇന്ത്യക്കാരും കർഷകർക്ക് അവരുടെ വിളകൾക്ക് കുറഞ്ഞ താങ്ങുവില നിയമപരമായ അവകാശമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2019-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ പ്രതിപക്ഷം നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൂടിയാണ് ഈ പറഞ്ഞത്.